ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടൊരു ഹൽവയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ബ്രെഡ്, ഏലക്ക, നെയ്യ്, ഷുഗർ, മിൽക്ക്. നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ബ്രെഡ്, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 4 ബ്രെഡാണ്. അപ്പോൾ 4 ബ്രെഡ് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് പിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് നമ്മൾ പാല് ചേർക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇത് നന്നായി നമ്മൾ പൊടിച്ച് അതിനകത്ത് പാല് ചേർത്തത് നന്നായി മുങ്ങി ആ പാല് നന്നായിട്ട് കവർ ചെയ്യണം. കാര്യം പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളമോ വേറെ ഒന്നും ചേർക്കുന്നില്ല, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും. നല്ല ലിക്വിഡ് ഫോമിലാവണം. ഓക്കെ, അത് ഇതിനകത്ത് നമ്മുടെ ബ്രെഡിൻ്റെ കട്ടകളൊന്നും കിടക്കാൻ പാടില്ല. അപ്പോൾ നന്നായി നമ്മൾ അത് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. കാര്യം അത് കുഴച്ച് വരുമ്പോൾ നമ്മൾ പിന്നീട് ഹൽവയിലേക്ക് കുക്കിങ്ങിന് പോകുമ്പോൾ അങ്ങനെ കട്ട കിടന്നു കഴിഞ്ഞാൽ അത് ഹൽവയായി വരുമ്പോഴത്തേക്കിനും ചെറിയ ഒരു ഉദുസ്വാദ് പോലെ വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ച് യോജിപ്പിച്ച് ചേർക്കാം മിൽക്കിൽ. നമുക്ക് ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കത്തിച്ച് ആക്കിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മിക്സറിൽ ബ്രെഡും പാലും കൂടെ കുഴച്ച് വെച്ചത് നമ്മൾ അതിലേക്ക് യോജിപ്പിക്കുകയാണ്. നന്നായി അങ്ങനെ നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. നന്നായി അതിൻ്റെ പാല് വറ്റി ഈ പാത്രത്തിൽ നിന്നും ഇളകി വരുന്ന ഒരു ടൈം നന്നായിട്ട് നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അത് പാത്രത്തിൽ നിന്നും ഒന്ന് വറ്റി ഈ പാത്രത്തിൽ തൊടാതെ ഇളകി വരണം. അതാണ് നമ്മളുടെ പാകം. വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അതിനെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പാത്രത്തിൽ നിന്നും ഉരുണ്ട് വരും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടുന്നത്. നമുക്കപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ചേർക്കേണ്ടത് നമുക്ക് ഷുഗർ ചേർക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. നമ്മൾ ഷുഗർ ചേർത്ത് കഴിയുമ്പോൾ അത് വീണ്ടും ഒന്ന് ഈ കൺസിസ്റ്റൻസി ഒന്ന് ആയും. അപ്പോൾ അത് നമുക്കിങ്ങനെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ ഒഴിച്ച നെയ്യ് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ആ സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, പിന്നെ ആവശ്യമെങ്കിൽ കാഷ്യൂസ്, കിസ്മിസ് ഇത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ പാകം ആയിക്കഴിഞ്ഞു. ഇതിന് നമുക്ക് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇതിൽ നിന്നും നെയ്യെല്ലാം നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം അതിൽ നിന്ന് വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ
ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഇടുന്നതാണ്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡിൽ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള മോഡിൽ ഈ ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ അതിനകത്ത് ഒഴിച്ച നെയ്യെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പാകം ഇതാണ്. നമുക്ക് ഇതിപ്പം നെയ്യ് ആവശ്യമല്ല, നമുക്കത് തണുത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നും വേർതിരിച്ച് മാറ്റാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പാകം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ബ്രെഡ്, പഞ്ചസാര, നെയ്യ്, ഏലക്ക, ഈ പാല്, ഇത് ഇത്രയും കൂടിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടുന്നത്. ഇത് നമ്മൾ ബ്രെഡ് നന്നായി പൊടിച്ച് അത് പാല് ചേർത്ത് ഒന്ന് കുതിർത്ത് നന്നായിട്ട് ലിക്വിഡ് ഫോം ആക്കുക. അതിനെ നമ്മൾ നെയ്യ് ഒഴിച്ച് ഒരു പാനിലേക്ക് അതൊഴിച്ച് കൂട്ടും കൂടെ ഇട്ട് അത് നെയ്യ് ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് അതിനെ ഒന്ന് നല്ല അതിൽ നിന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോൾ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ വീണ്ടും അത് ലിക്വിഡ് ആകുന്നതാണ്. അത് വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ച് ഇതേ ലിക്വിഡ് ഫോമിൽ നിന്ന് മാറി പാത്രത്തിൽ നിന്നും വിട്ട് മാറുന്ന പാകമാകുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ്, കിസ്മിസ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കി ഇതുപോലെ നമുക്ക് മാറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഫുഡുകൾ, വെജിറ്റേറിയൻ, മെയിനായിട്ട് വെജിറ്റേറിയൻ തന്നെയാണ്, ഓൺലി വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, താങ്ക് യു.